السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. റിയാദ് സ്വാലിഹീൻ ക്ലാസ് നമ്പർ 3 നമുക്കിന്ന് ഇൻഷാ അള്ളാഹ് 2 ഹദീസ് പഠിക്കാം. നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. وعن أم المؤمنين أم عبد الله عائشة رضي الله عنها قالت رضي الله عنها പറയുന്നു قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യഗ്സു ജയ്സുൻ അൽ കഅബത യഗ്സു യുദ്ധം ചെയ്യും ജയ്സുൻ ഒരു പട്ടാളം അൽ കഅബത കഅബയോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ കഅബയെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം പട്ടാളം പുറപ്പെടും. ഫഇദാ കാനു അങ്ങനെ അവർ ആയിക്കഴിഞ്ഞാൽ അവരെത്തിയാൽ എവിടെ ബിബൈദാ മിനൽ അർളി ഭൂമിയിൽ നിന്ന് ബൈദാ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലത്തിൻ്റെ പേര്, അതല്ലെങ്കിൽ ഒരു വിശാലമായ മരുഭൂമി പ്രദേശം. ബൈദായിലെത്തിക്കഴിഞ്ഞാൽ യുഹ്സഫു ബി അവലിഹിം വ ആഖിരിഹിം യുഹ്സഫു ഭൂമി വിഴുങ്ങപ്പെടും ബി അവലിഹിം അവരെ സംഘത്തിൻ്റെ തുടക്കത്തിലുള്ളവരെയും വ ആഖിരിഹിം അവരുടെ സംഘത്തിലുള്ള ആ പട്ടാളത്തിൻ്റെ അവസാനം വരെയുള്ളവർ എന്ന് പറഞ്ഞാൽ ആ ആർമി ആ പട്ടാളത്തെ മുഴുവനായിട്ടും അല്ലാഹു തആല നശിപ്പിക്കും. എങ്ങനെയാണ് അത്? ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് ഭൂമി അവരെ വിഴുങ്ങിക്കളയും. ഖാലത്ത് അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഖുൽതു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഓ അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ യുഖ്സഫു ബി അവലിഹിം വ ആഖിരിഹിം കൈഫ യുഖ്സഫു എങ്ങനെ വിഴുങ്ങപ്പെടും ബി അവലിഹിം വ ആഖിരിഹിം ആ പട്ടാളത്തിൻ്റെ ആദ്യവും അവസാനവും വരുന്ന മുഴുവനെയും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനക്കൂട്ടത്തെ മുഴുവനായിട്ടും അല്ലാഹു തആല നശിപ്പിക്കും. അതൊരു വലിയ പട്ടാളമായിരിക്കുമല്ലോ, കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു സംഘമായിരിക്കും. സ്വാഭാവികമായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുന്നു, വഫീഹിം അസ്വാഖുഹും വഫീഹിം അവരുടെ കൂട്ടത്തിലുണ്ട് അസ്വാഖുഹും ആ സൂക്ക് എന്ന് അറബിയിൽ പറഞ്ഞാൽ മാർക്കറ്റ്, ഷോപ്പ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ അവിടെ ഷോപ്പുകളുണ്ടാവും, അതല്ലെങ്കിൽ ഷോപ്പ് ബിസിനസ് ആവശ്യാർത്ഥം മക്കയിലേക്ക് വരുന്നവരുണ്ടാകും. ഒന്നടങ്കം നശിക്കുമെന്നാണോ പറയുന്നത്? കാരണം അവരുടെ കൂട്ടത്തിൽ കഅബ നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ പുറപ്പെട്ടവരൊന്നും അല്ല ആര് ഈ ബിസിനസ് ആവശ്യാർത്ഥം വരുന്നവർ. വമൻ ലൈസ മിൻഹും അതുപോലെ വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്നവരുണ്ടാകും. വമൻ ഒരുത്തരും ലൈസ അവരല്ല മിൻഹും ഈ പട്ടാളത്തിൽപ്പെട്ടവരല്ല, അതല്ലെങ്കിൽ ബിസിനസ് ആവശ്യാർത്ഥം വരുന്നവരല്ല, അവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ടാകാം. അപ്പോൾ അല്ലാഹു തആല നശിപ്പിക്കേണ്ടത് ആരെ മാത്രമാണ്? കഅബയെ നശിപ്പിക്കണം, കഅബയെ ഇല്ലാണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ മക്കയിലേക്ക് വരുന്ന ആ പട്ടാളത്തെ മാത്രമല്ലേ അല്ലാഹു തആല നശിപ്പിക്കേണ്ടത്, ശിക്ഷ നൽകേണ്ടത്? എന്തിനാണ് ഈ ഇന്നസെൻ്റ് ആയ തെറ്റ് ചെയ്യാത്ത ഇവരെ നശിപ്പിക്കുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുഖ്സഫു ബി അവലിഹിം വ ആഖിരിഹിം ആദ്യം പറഞ്ഞ അതേ മറുപടി വീണ്ടും പറയുന്നു. അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞു തെറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംശയം റസൂലുള്ളാഹി തങ്ങൾ മനസ്സിലാക്കി. അത് ചോദിക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യാത്തവരെ അല്ലാഹു തആല ശിക്ഷിക്കുന്നത്? അവിടെയാണ് ആയിഷ ബീവിയുടെ ചോദ്യത്തിൻ്റെ മർമ്മം. അതിന് മറുപടി പറയുകയാണ്, സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം അവർക്ക് ദുനിയാവിൽ സ്വാഭാവികമായിട്ടും
അവർ കുറ്റവാളികളോടൊപ്പമുണ്ട് എന്ന കാരണം കൊണ്ട് ശിക്ഷ ലഭിച്ചേക്കാം. പക്ഷേ സുമ്മയുബഅസൂന, അവരെ പുനർജീവിപ്പിക്കപ്പെടും. അഥവാ ഖിയാമത്ത് നാളിൽ അവർക്ക് വീണ്ടും ജീവൻ നൽകപ്പെടുമ്പോൾ അവർ അലാ നിയ്യാതിഹിം, അവരുടെ നിയ്യത്ത് അനുസരിച്ചിട്ടാണ് അവർക്ക് അല്ലാഹു തആല ആഖിറത്തിൽ അവരെ വിചാരണ ചെയ്യുക. അതായത് നമ്മൾ ഈ ഒരു ഹദീസിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ, ഒന്നാമതായിട്ട് പരലോകത്തുള്ള വിചാരണ നമ്മുടെ നിയ്യത്തനുസരിച്ചിട്ടാണ്. നമ്മൾ ഇഖ്ലാസ് എന്നുള്ള ചാപ്റ്ററിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇഖ്ലാസിൻ്റെ മർമ്മപ്രധാനം നിയ്യത്താണ്. മക്ക ആക്രമിക്കാൻ വേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ അവർ പെട്ടുപോയി. ആര്? ബിസിനസ്സുകാർ. അതുകൊണ്ട് ദുനിയാവിൽ അവർക്ക് ശിക്ഷയുണ്ട്, പക്ഷേ പരലോകത്ത് അവർക്ക് ശിക്ഷയുണ്ടാവില്ല. കാരണം അവരുടെ നിയ്യത്ത് എന്തായിരുന്നില്ല? കഅബ പൊളിക്കുക എന്നുള്ളതായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വിഷയങ്ങളും. ബാഹ്യമായ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ സത്യത്തിൽ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയവരോടൊപ്പം കൂടെ നിന്നവരാണ്. പക്ഷെ അവരുടെ മനസ്സിൽ അതില്ല. മനസ്സിൽ അതില്ലാത്തത് കൊണ്ട് അല്ലാഹു തആല അവരെ ശിക്ഷിക്കൂല. അപ്പോൾ ഇവിടെയും നമ്മൾ നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും അല്ലാഹു തആല നോക്കുന്നത് മനസ്സിലേക്കാണ്, പ്രവർത്തനത്തിലേക്ക് രണ്ടാമതായിട്ടാണ്. നിയ്യത്ത് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തനത്തിലേക്ക് നോക്കുകയുള്ളൂ. നിയ്യത്ത് തന്നെ ചീത്തയാണെങ്കിൽ ലോകമാന്യവും പ്രശസ്തിയും പണവുമൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ആരാധനയെങ്കിൽ പിന്നെ ആരാധനയുടെ വലിപ്പം അല്ലാഹു തആല നോക്കൂല. രണ്ടാമത്തെ പാഠം, നമ്മൾ ദുനിയാവിൽ കഴിവിൻ്റെ പരമാവധി നന്മ ചെയ്യുന്നവരോടൊപ്പം കൂടെ നിൽക്കണം, അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. തിന്മ ചെയ്യുന്നവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ തിന്മ ചെയ്യുന്നവർക്ക് ലഭിക്കുമ്പോൾ അതിനോടൊപ്പം നന്മ ചെയ്യുന്നവർക്കും ലഭിക്കും. മൂന്നാമതായിട്ട്, ദുനിയാവിൽ ഒരാൾക്ക് ശിക്ഷ ലഭിച്ചു എന്ന് വെച്ചിട്ട് പരലോകത്തും ശിക്ഷ ലഭിക്കണമെന്നില്ല. ദുനിയാവിൽ പല കാരണങ്ങളെ കൊണ്ടും അല്ലാഹു തആല പരീക്ഷണാർത്ഥം പല വിധേനയും അല്ലാഹു തആല പല നിലക്കും പരീക്ഷിക്കാം. അതല്ലെങ്കിൽ ചീത്ത ജനങ്ങളുടെ കാരണം കൊണ്ട് അല്ലാഹു തആല ശിക്ഷ ഇറക്കുമ്പോൾ അതിൽ നല്ലവരും പെട്ടേക്കാം. പക്ഷേ പരലോകത്ത് അങ്ങനെയല്ല. പരലോകത്തൊരിക്കലും നല്ലവരെ, നന്മ ചെയ്തവരെ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. അവരെ വേറെ തന്നെ അല്ലാഹു തആല വിചാരണക്കെടുത്ത് അവരുടെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം നൽകും. മൂന്നാമത്തെ ഹദീസ്, വഅൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദുൻ വനിയ്യത്തുൻ വഇദാ സ്തുൻഫിർതും ഫൻഫിറു. മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ബുഖാരിയും മുസ്ലിമും കൂടെ ഉദ്ധരിച്ച ഹദീസ് എന്നർത്ഥം. ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹിൻ്റെ ശേഷം ഹിജ്റയില്ല. ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഫത്ഹ് മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയിട്ട് 8 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും മക്കയിൽ പോയി മക്ക ഫത്ഹ് നടക്കുന്നത്. ആദ്യം ഹിജ്റ വന്നവർ ആത്മാർത്ഥമായി വന്നവരാണ്. നാടും വീടും കുടുംബവും സ്വത്തും എല്ലാം ഒഴിവാക്കിയിട്ടാണ് അവർ ഹിജ്റ വന്നത്. അത് വലിയ ആരാധനയാണ് ഹിജ്റ പോവുക എന്ന് പറയുന്നത്. പക്ഷേ മക്ക ഫത്ഹ് നടക്കലോടെ മക്ക എന്നുള്ളത് ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറി. ഇസ്ലാമിക രാഷ്ട്രമായി മാറിയതിന് ശേഷം പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. മക്കയിൽ തന്നെ അവർക്ക് താമസിക്കാം. അതാണ് ഒരർത്ഥം. പല അർത്ഥം കൊടുത്തിട്ടുണ്ട്. മറ്റൊരർത്ഥം, ഹിജ്റ
മക്ക ഫതഹിൻ്റെ മുമ്പ് ഹിജ്റ പോയവർക്കുള്ള അതേ കൂലി മക്ക ഫതഹിൻ്റെ ശേഷം ആരെങ്കിലും ഹിജ്റ പോയാൽ അവർക്ക് ലഭിക്കില്ല. ഏതായാലും നമുക്ക് ഹദീസ് പൂർത്തിയാക്കാം. മക്ക ഫതഹിൻ്റെ ശേഷം ഹിജ്റ ഇല്ല. വലാക്കിൻ പക്ഷേ ജിഹാദുൻ വനിയ്യത്തുൻ, ജിഹാദ് ഉണ്ട്, വനിയ്യത്തുൻ നിയ്യത്തുമുണ്ട്. ഇദസ്തും ഫിർത്തും നിങ്ങളോട് ഇമാമ് അല്ലെങ്കിൽ നാട്ടിലെ രാജാവ്, മുസ്ലിം രാജാവ്, അമീർ നിങ്ങളോട് പുറപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ, അവിടെ ഇമാമ് എന്നുള്ളത് കാണൂല എഴുത്തിൽ. വൈദസ്തും ഫിർത്തും നിങ്ങളോട് പുറപ്പെടാൻ വേണ്ടി കൽപ്പന വന്നാൽ എന്നർത്ഥം. ഫംഫിറു എങ്കിൽ നിങ്ങൾ ഉടനെ ജിഹാദിന് വേണ്ടി പുറപ്പെടണം. മുത്തഫഖുൻ അലൈഹി, അതായത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. വമഅനാഹു നബിമാം പറയുകയാണ്, ഇതിൻ്റെ അർത്ഥം ലാ ഹിജ്റത, ഹിജ്റ ഇല്ല, മക്ക, മക്കയിൽ നിന്ന് പിന്നെ ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. ലിഅന്നഹ സാറത്ത് ദാറ ഇസ്ലാം, കാരണം അത് ഒരു ഇസ്ലാമിക നാടായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ, ഒന്നാമതായിട്ട് ഹിജ്റ മക്ക ഫതഹിൻ്റെ ശേഷമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിജ്റ അല്ലെങ്കിൽ മുഹാജിറായവർക്ക് അല്ലാഹു തആല നൽകിയ പദവിയുണ്ട്, വലിയ മഹത്വം. ആ മഹത്വം എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും നിരാശനാകണ്ട. വലാക്കിൻ ജിഹാദുൻ വനിയ്യത്തുൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനായി ഇസ്ലാം പ്രചരിക്കാത്ത നാടുകളിലേക്ക് പോകാം, ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വനിയ്യത്തുൻ, നല്ല ആത്മാർത്ഥമായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തആല ഒട്ടനവധി കൂലി നൽകും. അപ്പോൾ ഹിജ്റ എന്നുള്ളത് വലിയ മഹത്വമുള്ള സംഗതിയാണ്. അത് പോകാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച്, അതിൽ പെടാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ഇനിയും നന്മ ചെയ്യാനുള്ള, നല്ലത് ചെയ്യാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അതിന് നിങ്ങൾ എന്ത് വേണം? നിയ്യത്തുൻ, നിങ്ങൾക്ക് നല്ല ആത്മാർത്ഥമായ നിയ്യത്ത് വേണം. മറ്റൊരു പാഠം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധനക്കാണ് കൂടുതൽ മഹത്വമുള്ളത്. ഹിജ്റ എല്ലാം ഒഴിവാക്കിയിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള സംഗതിയായിരുന്നു. അപ്പോൾ ആദ്യം ഹിജ്റ പോയവർക്കുള്ള ആ ഒരു മഹത്വം പിന്നെ ഹിജ്റ പോയവർക്ക് കിട്ടുകയില്ല. അതാണ് മറ്റൊരു പാഠം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഹദീസ് അടുത്ത ക്ലാസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.